ഹലോ മക്കളെ, ഈ കാണുന്ന ഒറ്റ വീഡിയോ കാണൂ. സെറ്റ്സ് ചാപ്റ്ററിലെ എല്ലാ വെൻ ഡയഗ്രാമും നമുക്ക് പഠിച്ചു തീർക്കാം. ഒറ്റ വീഡിയോ ഉറപ്പ് നൽകുന്നു സെറ്റ്സിലെ എല്ലാ വെൻ ഡയഗ്രാമും. ഇത് ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും പഠിക്കേണ്ട വെൻ ഡയഗ്രാമാണ് എ യൂണിയൻ ബി എന്താണെന്ന്. നിർബന്ധമായിട്ടും എല്ലാ കുട്ടിയും ആദ്യം പഠിച്ചിരിക്കണം എന്താണ് എ യൂണിയൻ ബി എന്നുള്ളത്. മക്കളെ, ആദ്യമായിട്ട് പറയുന്നു, ബേസിക്കലി എന്താ വെൻ ഡയഗ്രാം? വെൻ ഡയഗ്രാം എന്ന് പറയുമ്പോൾ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെറ്റ്സ്. സെറ്റ്സിനെ നമുക്ക് എന്താണ് പടത്തിന്റെ രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി സാധിക്കല്ലോ. ദൃശ്യമാണ് ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ ഉറച്ചിരിക്കാന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ സെറ്റ്സിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നമ്മൾ വിളിക്കുന്നവരാണെന്ത് വെൻ ഡയഗ്രാം എന്ന്. ആദ്യമായിട്ട് നമുക്ക് എന്താണ് ഒരു റെക്ടാങ്കുലർ ബോക്സ് വരയ്ക്കാം. ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സ് ആണ് യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. ഓർത്തിരിക്കുക, യൂണിവേഴ്സൽ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് മറ്റാരുമല്ല, ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സ് ആണ്. നിങ്ങൾ ഈ കാണുന്ന റെക്ടാങ്കുലർ ബോക്സ് വരച്ചതിന് ശേഷം ഒന്ന് യു എന്ന് എഴുതി വെക്കാം. യു വിച്ച് മീൻസ് യൂണിവേഴ്സൽ സെറ്റ്. നമ്മുടെ ഓരോ സെറ്റ്സിനെയും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സർക്കിൾസിന്റെ രൂപത്തിലാണ്. ഇപ്പോൾ എ എന്നുള്ള സെറ്റ് ഉണ്ടെങ്കിൽ ആ കാണുന്ന എ എന്ന് പറഞ്ഞ സെറ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഒരു സർക്കിളിന്റെ രൂപത്തിലാണ്. അപ്പോൾ എനിക്ക് എന്താണ്, ഇവിടെ രണ്ട് സെറ്റ് ഉണ്ട്, എയും ബിയും ഉണ്ട്. സോ ഓട്ടോമാറ്റിക് ഞാൻ എന്താണ് രണ്ട് സർക്കിൾസ് വരയ്ക്കണം. എവിടെ? ഇതിന്റെ ഉള്ളിൽ. ദേ ഒന്നാമത്തെ ആൾ വരച്ചു ആൻഡ് രണ്ടാമത്തെ ആൾ വരച്ചു. ഇത്തരത്തിൽ കൂട്ടിമുട്ടുന്ന രീതിക്ക് തന്നെ വരയ്ക്കണം. മറ്റൊന്നും കൊണ്ടല്ല, ചിലപ്പോൾ ഇവരുടെ എന്താണ് കൂട്ടിമുട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ വരയ്ക്കുമ്പോൾ എന്താണ് ഇത്തരത്തിൽ കൂട്ടിമുട്ടുന്ന രീതിക്ക് തന്നെ വരയ്ക്കണം. ഇനി എന്താ ചോദ്യം? എ യൂണിയൻ ബി എന്താണെന്ന്. എന്താണ് മക്കളെ ബേസിക്കലി എ യൂണിയൻ ബിയുടെ മീനിങ്? എയിലും ബിയിലുമുള്ള കംപ്ലീറ്റ് എലമെന്റ്സ്, എല്ലാ എലമെന്റ്സിനെയും എഴുതി വെക്കുക. അതാണല്ലോ എ യൂണിയൻ ബി. സോ ഇതാണ് എൻ്റെ എ എന്നറിയാം നമുക്ക്, റെഡ്, ആൻഡ് ഇതാണ് എൻ്റെ ബി എന്നറിയാം. സോ എ യൂണിയൻ ബി എന്ന് പറയുമ്പോൾ എയിലും ബിയിലുമുള്ള കംപ്ലീറ്റ് എലമെന്റ്സിനെയാണ് നിങ്ങൾ എന്ത് മാർക്ക് ചെയ്യേണ്ടത്. സോ എയിലും ബിയിലുമുള്ള കംപ്ലീറ്റ് എലമെന്റ്സ്, ഇതാണ് എയിലുള്ള കംപ്ലീറ്റ് എലമെന്റ്. കണ്ടോ? ബിയിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് ബേസിക്കലി നമ്മുടെ എ യൂണിയൻ ബി എന്ന് പറയുന്നതിന്റെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ് വരുന്നത്. എ യൂണിയൻ ബി പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് പഠിക്കുന്നത് എന്താണ്? എ ഇന്റർസെക്ഷൻ ബി പഠിക്കണം. അതിനുവേണ്ടി ഞാൻ നേരത്തെ വരച്ച അതേ ഫിഗർ വീണ്ടും വരയ്ക്കാം. യൂണിവേഴ്സ് സെറ്റ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, എല്ലാം ഉണ്ട്. എന്താണ് എ ഇന്റർസെക്ഷൻ ബിയുടെ ബേസിക് മീൻ? എയിലും ബിയിലും കോമൺ ആയിട്ട് നിൽക്കുന്ന എലമെന്റ്സിനെ വരയ്ക്കുക. എയിലും ബിയിലും കോമൺ ആയിട്ട്. സോ ഇതിൽ എവിടെയാണ് കോമൺ? കൃത്യമായിട്ട് മനസ്സിലാവുമല്ലോ. ഈ കാണുന്ന ഭാഗത്തല്ല കോമൺ വരുന്നത്. ആ കാണുന്ന ഭാഗം മാത്രം മാർക്ക് ചെയ്യുക. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എ ഇന്റർസെക്ഷൻ ബി എന്ന്. മൂന്നാമത്തെ വെൻ ഡയഗ്രാം പോകുന്നു. മൂന്നാമത്തെ വെൻ ഡയഗ്രാം എന്താണ്? എ മൈനസ് ബി എന്താണെന്ന്. അവിടെയും ഇതേ സെയിം വെൻ ഡയഗ്രാം വരച്ചു, എയും ബിയും വരച്ചു. എ മൈനസ് ബി ആണ്. ബേസിക്കലി എന്താണ് എ മൈനസ് ബി? എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എയിൽ നിന്ന്, ശ്രദ്ധിക്കുക, എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ഭാഗം കളയുക. ഇതാണ് കോമൺ റീജിയൻ. അവനെ കളഞ്ഞു. ബാക്കി ഏഴ് ആൾക്കാരുണ്ടല്ലോ, അവനെ മാത്രം വരയ്ക്കാം. നോക്കൂ, എയിൽ നിന്ന് എയിലും ബിയിലും കോമൺ, അവനെ കളഞ്ഞു ഞാൻ. ബാക്കി എയിലെ ഭാഗം വിച്ച് മീൻസ് ഈ കാണുന്ന ഒരു ഭാഗം മാത്രം. ഇതാണ് നമ്മുടെ എ മൈനസ് ബി. സോ സിമിലർലി ഏതൊരു കുട്ടിക്കും വളരെ കോമൺ സെൻസോട് കൂടി തന്നെ ഈ പറയുന്ന ബി മൈനസ് എ വരയ്ക്കാൻ പറ്റും. ബി മൈനസ് എന്ന് പറയുമ്പോൾ എന്താണ്? എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ എന്ന് കളയണം. സോ ബി മൈനസ് എന്താണ്? ബിയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ട് നിൽക്കുന്ന ഈ കാണുന്ന പീസിനെ കളഞ്ഞു. ബാക്കി ബിയിലെ ഭാഗം വിച്ച് മീൻസ് ഈ കാണുന്ന പീസ് മാത്രം. ഇതാണെന്ത് നമ്മുടെ ബി മൈനസ് എ എന്ന് പറയുന്നത്. സോ എ മൈനസ് ബിയും ബി മൈനസ് എയും പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്താണെന്ത്? എ കോംപ്ലിമെന്റ്. എന്താണ് എ കോംപ്ലിമെന്റ്? നമുക്ക് നോക്കാം. ഞാനിതാ യൂണിവേഴ്സ് സെറ്റ് വരച്ചു. ഇതാ ഒരു സെറ്റ് എ വരച്ചു. ഇവിടെ രണ്ടുപേരില്ല, ഒറ്റ സെറ്റുള്ളൂ എ, അവനെ മാത്രം വരച്ചു. എന്താണ് ബേസിക്കലി എ കോംപ്ലിമെന്റ് മീനിങ്? എയിൽ ഇല്ലാത്ത കംപ്ലീറ്റ് ഭാഗം. ഇതാണ് എ എന്നറിയാം. സോ എയിൽ ഇല്ലാത്തവൻ എന്ന് പറയുമ്പോൾ എയുടെ പുറത്തുള്ളവൻ, ദേ ഈ കാണുന്ന പീസ് കംപ്ലീറ്റ് നമുക്ക് പറയാൻ പറ്റേ, പുറത്ത് കംപ്ലീറ്റ് ഭാഗം കണ്ടോ? എയുടെ പുറത്തുള്ള കംപ്ലീറ്റ് ഭാഗം മാർക്ക് ചെയ്ത് വെക്കുക. അതാണ് നമ്മൾ ഈ പറയുന്ന എ കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. എയുടെ പുറത്തുള്ളവൻ. ആരും മറക്കരുത്. ഇവിടെ എന്താണ് യൂണിവേഴ്സൽ സെറ്റ് എന്നും കൂടി എഴുതി വെക്കണം. അതും കൂടി ആവശ്യമുണ്ട്. നമ്മളിതാ അടുത്തേക്ക് പോകുന്നു. നെക്സ്റ്റ് വെൻ ഡയഗ്രാം എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. എന്താണ് മക്കളെ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് വരാ? അതായത് എ യൂണിയൻ ബിയുടെ പുറത്തുള്ളവൻ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? നിങ്ങൾ ആദ്യം ഒന്ന് എ യൂണിയൻ ബി വരയ്ക്കാം. അതെ, നമുക്ക് എ യൂണിയൻ ബി വരയ്ക്കാൻ അറിയാം. എങ്ങനെ വരയ്ക്കാം? ചുമ്മാ ഈ കാണുന്ന എയുടെയും ബിയുടെയും ഉള്ളിലുള്ള എല്ലാ എലമെന്റ്സിനെയും മാർക്ക് ചെയ്ത് വെക്കാം. ഇതാണ് എ യൂണിയൻ ബി. സോ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറയുമ്പോൾ എ യൂണിയൻ ബിയുടെ പുറത്തുള്ളവൻ, അതായത് ഈ കാണുന്ന മഞ്ഞപ്പടം ഉണ്ടല്ലോ, രണ്ട് സെറ്റ്സ്, അതിന്റെ പുറത്തുള്ള ഭാഗം കംപ്ലീറ്റ് വരച്ചു ഞാൻ. പുറം ഭാഗം കണ്ടോ? ഇതിന്റെ പുറത്ത് കംപ്ലീറ്റ് ഷെയ്ഡ്. ഇതാണ് നമ്മുടെ എന്ത് എ യൂണിയൻ ബി
ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത്. വളരെ സുഖമായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നൊരു ഫിഗർ തന്നെയാണിത്. പണ്ട് ബോർഡ് എക്സാമിൽ ചോദിച്ചൊരു ചോദ്യമാണിത്. ഞാൻ ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിലേക്ക് പറയുന്നത് ഡ്രോ ദി വെൻ ഡയഗ്രം ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. മാച്ചറിഞ്ഞു. ഈ കാണുന്ന പച്ച നിറത്തിലുള്ള ഭാഗം എ യൂണിയൻ ബിയുടെ പുറത്തുള്ളവനാരോ അതാണ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്. എല്ലാവരും നോട്ട് ചെയ്യുക. പണ്ടൊരിക്കൽ എക്സാമിന് ചോദ്യമാണിത്. ഈ പറയുന്നത് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിരുന്നു ഈ കാണുന്നത്. നമ്മളത് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ പൊതുവെ സംശയം ഉണ്ടാവും എല്ലാവർക്കും, എന്താണ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്? ഞാനത് 2 പടം വരച്ചു തൽക്കാലം. എ കോംപ്ലിമെൻറ്റ് എന്താ മക്കളെ? എയുടെ പുറത്തുള്ള പീസ്, എയുടെ പുറം ഭാഗം, എയുടെ പുറത്തുള്ളത്, ഇതാണ് എ കോംപ്ലിമെൻറ്റ്. കണ്ടോ? ഇതാണ് എൻ്റെ എ കോംപ്ലിമെൻറ്റ്. രണ്ടാമത്തെ എന്താണ്? ബി കോംപ്ലിമെൻറ്റ് വേണം. അതായത് ബിയുടെ പുറത്തുള്ള ഭാഗം. ഞാനിതാ ബിയുടെ പുറത്തുള്ളത് ഇവിടെ മാർക്ക് ചെയ്തു. ബി കോംപ്ലിമെൻറ്റ്. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഞാനിതാ ഈ കാണുന്ന ഫിഗർ ഉണ്ടല്ലോ, അവനെ നേരെ എടുത്ത് വെച്ചു. നമുക്ക് നോക്കാം. വെച്ചു. ഇതിൽ കറുപ്പ വരയും നീല വരയും ഒന്നിച്ച് നിൽക്കുന്ന ഭാഗം ഏതാ? അതാണ് ബേസിക്കലി എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. കാരണം ഇൻറ്റർസെക്ഷൻ ആണ്. സോ എന്താ? കോമൺ ആയിട്ടുള്ള റീജിയൻ ആവണം. അപ്പോൾ രണ്ടിലും കോമൺ ആയി നിൽക്കുന്ന എന്താണ്? കറുപ്പും നീല വരയും ഒന്നിച്ച് നിൽക്കുന്ന ഭാഗം. അത് എവിടേക്കുണ്ട്? ഇവിടെ കറുപ്പ് നീല ഒന്നിച്ചാ. പിന്നെ എവിടെയുണ്ട് മക്കളെ? പിന്നെ ഈ കാണുന്ന ഭാഗത്തല്ല ഒന്നിച്ചാ. അപ്പോൾ ബേസിക്കലി ഈ കാണുന്നവൻ്റെ പുറത്തുള്ള ഭാഗം കംപ്ലീറ്റിലാണെന്ത്? ഈ കടക്കുന്ന എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കറുപ്പും നീല വരയും ഒന്നിച്ച് നിൽക്കുന്നത് ഈ കാണുന്ന ഭാഗം കംപ്ലീറ്റ്. ഇനി വേണമെങ്കിൽ ഇത് മറ്റൊരു രീതിക്ക് പറയാം. ഇവൻ്റെയും എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൻ്റെയും വെൻ ഡയഗ്രാം സെയിം ആയിരിക്കും. എന്തുകൊണ്ടാണ്? നമുക്ക് റിസൾട്ട് ഉണ്ട് ഡി മോഗൻസ്റ്റോൺ എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് ഇറ്റ് ഈസ് സെയിം ആസ് എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സോ ഈ കാണുന്ന റിസൾട്ട് ഉപയോഗിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നതും എ കോംപ്ലിമെൻറ്റ് ഇൻറ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിൻ്റെ വെൻ ഡയഗ്രാം എന്ന് പറയുന്നത് സെയിം ആകുതേ. ഇത് രണ്ടിൻ്റെയും വെൻ ഡയഗ്രാം സെയിം ആയിരിക്കും. ഇതാണ് നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. ഇതാ അടുത്ത ചോദിക്കാൻ പോകുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്താണ് എ ഇൻറ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ്? വളരെ സിമ്പിൾ. എന്താണ്? നമ്മൾ ആദ്യം എ ഇൻറ്റർസെക്ഷൻ ബി വരയ്ക്കാം. ഇതാണ് എ ഇൻറ്റർസെക്ഷൻ ബി. നമുക്ക് എല്ലാവർക്കും അറിയാലോ. സോ എ ഇൻറ്റർസെക്ഷൻ ബിയുടെ പുറത്തുള്ള ഭാഗം അതേതാ? നേരെ പുറത്ത് വരയ്ക്കാം. കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ആ മഞ്ഞയുടെ പുറത്ത് കംപ്ലീറ്റ് വരയ്ക്കാം. കണ്ടോ? ഇതാണ് മക്കളെ നമ്മുടെ എ ഇൻറ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. അവസാനിച്ചു. ഈ കാണുന്ന നീല ഭാഗം കംപ്ലീറ്റ്, മഞ്ഞ ഒഴിവാക്കുക. അതും പതുക്കെ മാച്ചോളാം. നമുക്കതാ ഞാൻ മാച്ചോളാം. സോ ഇതാണെന്ത് എ ഇൻറ്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത്. ഇതാ ഞാൻ അവസാനമായിട്ട് ഒരു ചോദ്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ദെൻ വെൻ ഡയഗ്രാം ഓഫ് ബി മൈനസ് എ. സബ്സെറ്റ് ഓഫ് ബി ആണെങ്കിൽ എന്താണ് ബി മൈനസ് എയുടെ വെൻ ഡയഗ്രാം ആയിട്ട് വരിക? ഒരു ചോദ്യമാണ്. പണ്ടൊരിക്കൽ ചോദ്യമാണ്. എല്ലാവരും നിർബന്ധമായിട്ടും ഈ ചോദ്യം പഠിച്ചിരിക്കണം. മക്കളെ, സബ്സെറ്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒന്നിൻ്റെ ഉള്ളിലാണ് മറ്റാളുള്ളത്. അപ്പോൾ ഇവിടെ ആരാ വലുത്? എ ആണോ ബി ആണോ വലുത്? കൃത്യമായിട്ട് മനസ്സിലായി. വായ തുറന്നിരിക്കുന്ന ഭാഗം ഏതോ അവനാ വലുത്. അതായത് ബി ആണ് വലുതെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ എന്ത് ചെയ്തു? ഇതാ ബി വരച്ചു. ഇതാണ് ബി. ഞാൻ വരച്ചു. ബിയുടെ ഉള്ളിലാണ് എ. ഇതാ എ. ഞാൻ വരച്ചു. നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് വേണ്ടത് ബി മൈനസ് എ ആണ്. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിൽ നിന്ന് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള ഭാഗം കളയാം. അപ്പോൾ ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ബി. നോക്കട്ടെ എല്ലാവരും, ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ബി. കംപ്ലീറ്റ് ബി. ബിയിൽ നിന്ന് എയിലും ബിയിലും കോമൺ. മക്കളെ, രണ്ടിലും കോമൺ. അതായത് പുറത്താൾ ബി ആണെന്നറിയാം, ഉള്ളിൽ തളയാണെന്ന് അറിയാലോ. ഏതാ? ഈ കാണുന്ന പീസാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. സോ ഇതാണ് എ. സോ ബിയിലും എയിലും കോമൺ റീജിയൻ ഏതാ? ഈ കാണുന്ന മിഡിൽ പീസ് മാത്രമാണ്. നമുക്ക് എന്താണ്? ആ കാണുന്ന ഭാഗം മാത്രം കളഞ്ഞു. ഇപ്പോൾ ഒരു ഉഴുന്നോടപ്പോൾ ഷേപ്പ് കിട്ടിയില്ലേ? അതാണ് നമ്മുടെ ബി മൈനസ് എന്ന് പറയുന്നത്. ഇത്ര മാത്രമാണ് നിങ്ങൾ എന്ത് സെറ്റ്സ് എന്നുള്ള ചാപ്റ്ററിലെ വെൻ ഡയഗ്രാംസ് പഠിച്ചിരിക്കുന്നത്. ഈ കാണുന്ന ചോദ്യങ്ങളാണ് നമ്മുടെ എക്സാമിന് ചോദിക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഏത് വെൻ ഡയഗ്രാം വന്നാലും വളരെ സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ കാണുന്ന വീഡിയോ കൃത്യമായിട്ട് എല്ലാവരും പഠിച്ചിരിക്കുക. വെൻ ഡയഗ്രാമത്തിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും ആൻസർ ചെയ്യും. ദാറ്റ്സ് ഇറ്റ്. സോ സീ യു ഓൾ മക്കളെ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ പിന്നീട് കണ്ടുമുട്ടാം. ടിൽ ബൈ ഓൾ. താങ്ക് യു.